ഹലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അപ്പോൾ കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് തന്നെ. പക്ഷെ എനിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കിട്ടിയില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെയും ഒരു നല്ല വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് കഴിഞ്ഞ മാസമാണ്, പക്ഷെ ഇടാൻ വേണ്ടി പോകുന്ന ഈ മാസങ്ങൾ. അപ്പോൾ അത്രയും ടൈം ലാഗ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല തിരക്കായിരുന്നു. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി എഡിറ്റ് ചെയ്യുന്നതാണ്, പക്ഷെ എനിക്ക് ഒട്ടും പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് ട്രിവാൻഡ്രത്തുള്ള ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ്. ഞാനവിടെ ആദ്യമായിട്ടല്ല പോകുന്നത്, അതിന് മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നറിയില്ല. കാണാത്തവരുണ്ട്, ഞാൻ അവിടെ കൊടുത്തേക്കാൻ കണ്ടു നോക്കുക. അപ്പോൾ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് എനിക്കൊരു 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് എത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ പോയി നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാമല്ലോ അവിടെ. ട്രിവാൻഡ്രത്ത് ലുലുവിന് ഏകദേശം അടുത്തായിട്ട് വരും. നല്ല അടുത്തല്ലെങ്കിലും നിയർ ബൈ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലുലു പോയിട്ട് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്ന് വിസിറ്റൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റും. ഇവിടെ കാണുന്ന ഈ വണ്ടികളെല്ലാം ഇവിടെ വന്ന വണ്ടികളാണ്. അതാണ് ഇവിടെ സൈഡിൽ ഇത്രയും പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഗേറ്റ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇല്ലാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോയ സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ അന്ന് പോയപ്പം ക്രിസ്മസ് സമയം കൂടെ ആയതുകൊണ്ട്, ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്രയ്ക്കും ആൾക്കാരില്ലെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ട്. നമുക്കിന്നെ തിരക്കായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ. നിങ്ങൾ അന്ന് കണ്ടോന്നറിയില്ല, ഞാനതിൽ പ്ലാന്റ്സ് വിൽക്കുന്ന സ്ഥലം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെയല്ല, അത് അപ്പുറത്തെ സൈഡിലാണ്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ, മെയിൻ ഗേറ്റ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ കുറേ പ്ലാന്റ്സ് ഇങ്ങനെ വച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ഈവനിങ് സമയം കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മളതൊക്കെ കണ്ടിട്ട് പതുക്കെ അകത്തോട്ട് പോയി. പിന്നെ ഇപ്പോഴത്തെ ഒരു ഐ ചെക്കപ്പ് നടക്കുന്നുണ്ടായിരുന്നു, ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പതുക്കെ അകത്തോട്ട് പോയി. അകത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ കണ്ട ഒരു ആംബിയൻസേ ആയിരിക്കില്ല. അകത്തോട്ട് പോകുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഫീലായിരിക്കും. പിന്നെ ദൂരെ കാണിച്ചു തന്നത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇവിടെ വരാൻ പോകുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്. അതിൻ്റെ ക്ലോസപ്പ് ഞാൻ അവസാനം കാണിക്കാം, അത് നിങ്ങൾ കണ്ടു നോക്കും. ഇപ്പം എൻ്റെ ഒരു ഇത് പറയണമെങ്കിൽ, ഞാൻ ഇവിടെ എപ്പോൾ വന്നാലും ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് നമ്മളെ എൻട്രൻസിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ എനിക്കൊരു ജുമാൻജിക്കകത്ത് കയറിയൊരു ഫീലാണ്. അത് എന്താണെന്നറിയില്ല, ഫുള്ള് പ്ലാന്റ്സ് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് പോലെയാണ് ഇതിൻ്റെ അകത്ത് കാണാം. ഫുൾ നേച്ചർ ഫ്രണ്ട്ലിയാണ് ഫുള്ള്. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് നമ്മൾ വേറെ എവിടെയോ നിൽക്കുന്ന പോലെ. പിന്നെ അതുപോലെ കുട്ടികളെ കളിക്കുന്ന പാർക്കിൻ്റെ ഏരിയ ആണെങ്കിലും നല്ല രസമാണ്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ മേളിലോട്ട് പോവാണ്. നമ്മൾ മെയിൻലി ഇവിടെ വന്നത് വേറൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇവിടെയൊന്നും കയറില്ല. അതുപോലെ ഇവിടെ കയറിയിട്ട് കാര്യമില്ല, കാരണം ഫുൾ കുട്ടികൾക്കുള്ള പാർക്കാണ്. അവിടെ ഞാൻ പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ട്രെയിനുണ്ട്, കൊച്ചു ട്രെയിൻ. ഇവിടെ വരുന്നവർക്ക് ഇതിൽ കയറി ഇങ്ങനെ ആ ഒരു ഏരിയ ഫുള്ള് കാണാം. ഞാൻ ഇതുവരെയും ട്രെയിനിൽ എനിക്ക് കയറണമെന്നുണ്ട്. പിന്നെ അതിനുള്ള സമയം കിട്ടിയില്ല. നമുക്കിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെയൊക്കെ കയറിയിട്ട് ഫുള്ള് നമുക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ട്രെയിനും ഇതെല്ലാം കണ്ട് നമ്മൾ നേരെ മേലോട്ട് പോവാണ്. ഇവിടുത്തെ കാട്ടിയും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് മേളിലുള്ളത്. ഞാനത് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ആൻഡ് ഞാൻ എന്താ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12D മൂവിയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കോമൺ ആയിട്ട് പറയുമല്ലോ 3D മൂവി കാണിച്ചു അങ്ങനെയൊക്കെ. ഞാൻ പക്ഷേ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ആകെപ്പാടെ കണ്ടിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മാത്രം. അത് എനിക്ക് നേരെ ഓർമ്മ പോലുമില്ല. പിന്നെ അത് 3D ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കാണാൻ പോകുന്നത് 12D ആണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അതുകൂടാതെ തന്നെ ഇവിടെ മേളിൽ വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ റോപ്പ് വെച്ചിട്ടുള്ള കുറേ ഗെയിംസ്, സിക്സ് ആക്ക് പോലെ വെച്ചിട്ട്, വെറും പ്ലെയിൻ റോപ്പ് വെച്ചിട്ട് ക്രോസ് ആയിട്ടൊക്കെ ഇങ്ങനെ കുറേ ഗെയിംസ് ഉണ്ടല്ലോ, അത് മേളിലുണ്ട്. അതുപോലെ ഈ 12D സിനിമ തിയേറ്റർ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തിന് ഗെയിം സോൺ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗെയിംസ് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് പോകുന്ന സ്റ്റോർ ഉണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ അതുപോലെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്കതെല്ലാം വഴിയെ കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗെയിമിംഗ് സോൺ. നമുക്ക് കാണാൻ പോകേണ്ട സ്ഥലത്ത് ഓൾറെഡി ഷോ പ്ലേ ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഓൾറെഡി കുറേ പേര് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്.
ഞാൻ ആദ്യമായിട്ടാണ് ലുലുവിലല്ലാത്ത ഒരു സ്ഥലത്ത് ഇത് കാണുന്നത്. സത്യമായിട്ട് ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ലുലുവിലാണ് ഞാൻ ലാസ്റ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെയുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. പിന്നെ അവിടെ അതിനകത്ത് ഗിഫ്റ്റായിട്ട് കുറേ ടോയ്സാണ്, സോഫ്റ്റ് ടോയ്സാണ് ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ ഈ സംഭവം സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇത് നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഞാനിട്ടങ്ങനെ നോക്കുമായിരുന്നു ഇതിൻ്റെ ബോൾ എവിടെയാണ്, അതിൻ്റെ ബോൾ കാണാനില്ല. പക്ഷേ എൻ്റെ സൈഡിലെ ബോൾ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും, ആ ഒരു ഹോളിൻ്റെ ഭാഗത്തെ ബോൾ ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ ഭാഗത്ത് ഇങ്ങനെ ഒരു ക്രിക്കറ്റ് മെഷീൻ്റെ അകത്ത് ബോൾ ഇട്ടിട്ട് അപ്പുറത്ത് നിന്ന് ആ ഒരു നെറ്റിൻ്റെ അവിടെ നിന്ന് ബോൾ ബാറ്റ് ചെയ്യുന്നൊരു ഗെയിമായിരുന്നു. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് 1983 മൂവിയില്ലേ, അതിൽ ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ട് ചെയ്യുമല്ലോ, എനിക്ക് അതാണ് ഓർമ്മ വന്നത്. കറക്റ്റ് അതുപോലെ. അങ്ങനെ നമ്മൾ ഈ ഗെയിമൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം നമുക്ക് സിനിമ കാണാനുള്ള സമയമായി. സത്യം പറഞ്ഞാൽ ഇവിടെ 2 ഷോയാണ് അവരിടുന്നത്. നമുക്ക് 15 മിനിറ്റോളം നമുക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു മൂവി ആയിരിക്കും ഇടുന്നത്, അത് കണ്ടതിന് ശേഷം നമ്മൾ ഇറങ്ങും. പക്ഷേ ഇവിടെ 2 മൂവി ഇടുന്നുണ്ട്, അപ്പം നമുക്ക് കുറേ സമയം ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് പുറത്ത് പോയി നമുക്കിതൊക്കെ ഒന്ന് കാണാം, അവിടെ ആൾക്കാരൊക്കെ ഈ സംഭവത്തിൽ കയറി ചെയ്യുന്നതൊക്കെ. ഇതിൽ സൈക്ലിംഗ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ നേരത്തെ കണ്ടോയെന്നറിയില്ല, ചിലപ്പോൾ ഇനി കാണാൻ പറ്റുമായിരിക്കും. ഞാൻ ഈ വീഡിയോയിൽ എവിടേക്കോ ഞാനത് കണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ റോപ്പിൽ കൂടെ ഇങ്ങനെ ചവിട്ടി സൈക്ലിംഗ് ചെയ്യുന്നത്, പിന്നെ റോപ്പിൽ കൂടെ നടക്കുന്നത്, പിന്നെ ഈ ഒരു ബൗൺസിങ് സംഭവം ഉണ്ടല്ലോ അവിടെ കളിക്കുന്നതൊക്കെ നല്ല രസമായിരുന്നു. കൂടുതലും ഒരു കുട്ടികൾക്ക് എൻ്റർടൈൻഡ് ആയിരിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സ്ഥലമാണ്. എന്തായാലും കുറച്ച് ലേറ്റ് ആവും, അപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊന്ന് ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനും അമ്മയും കൂടെ ഐസ്ക്രീം വാങ്ങി. അവിടെ തന്നെ നമുക്ക് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്, അപ്പോൾ നമ്മൾ കുറച്ച് നേരം വിശാലമായിട്ട് റെസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ബ്ലൂബെറിയും മറ്റേ ഐസ്ക്രീം ചിക്കു ആണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം അതാണ് എടുത്തത്, പക്ഷേ എനിക്ക് ടേസ്റ്റ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതാണ്. അങ്ങനെ ഞാൻ അതമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാനിതെടുത്തു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് തീരാറായപ്പോഴത്തേക്കും നമുക്ക് 3D അല്ല 12D സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള സമയമായി. അങ്ങനെ നമ്മൾ നേരെ അകത്തോട്ട് പോയി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് പോയി. വെളിയിൽ തന്നെ നമ്മൾ ഉള്ളിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു TV വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ജസ്റ്റ് ആ ഒരു തിയേറ്റർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള തിയേറ്ററായിരുന്നു. നമുക്കിങ്ങനെ ഒരു ഞെരുങ്ങി ഇരിക്കുന്ന ആ ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കംഫർട്ടായിട്ട് നമുക്കിരിക്കാൻ പറ്റുന്ന സീറ്റായിരുന്നു. അപ്പോൾ ഇതാണ് തിയേറ്ററിൻ്റെ ജസ്റ്റ് ഒരു ഉൾഭാഗം ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് അറിയാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു സ്ക്രീൻ വലിപ്പം ഉണ്ടല്ലോ, അതിനെക്കാട്ടിയും വലുതായിരുന്നു. എൻ്റെ മനസ്സിൽ കുറച്ചുകൂടെ ചെറുതായിരിക്കുന്നതായിരുന്നു. ഞാൻ അന്ന് പണ്ട് കണ്ട ഒരു ഓർമ്മയിൽ അത് കുറച്ച് ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഇതിലാണ് പോയത്, പക്ഷേ അത്രയും ചെറുതല്ല, നല്ല വലിയൊരു സ്ക്രീനായിരുന്നു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി വലുതായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മൂവി കാണാൻ വേണ്ടിയിട്ടുള്ള 3D ഗ്ലാസ് തന്നായിരുന്നു. ആദ്യം എനിക്ക് തന്ന ഗ്ലാസ് വാങ്ങിയിട്ട് അവർ വേറെ ഗ്ലാസ് തന്നത് വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ണാടി വയ്ക്കുന്ന ആൾക്കാർക്കറിയാം, നമ്മുടെ കണ്ണാടിയുടെ മെയിൻ കണ്ണാടി മാറ്റി നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മേളിൽ കൂടെ തന്നെ നമ്മുടെ ഈ 3D ഗ്ലാസ് വെച്ച് വന്നാലേ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു നമ്മൾ സീറ്റിനോട് ചേർന്ന് നിന്നിട്ട് ആ ഒരു ഹാൻഡിലിൽ ഇറുക്കി പിടിച്ചേക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത കാര്യം ഓർത്തില്ല. റെക്കോർഡിംഗ് ആണെന്നറിയാം, പക്ഷേ ഞാനത് പൗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ടായിരിക്കാം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഭാഗം കാണിക്കാം, ഫുള്ള് കാണിക്കാൻ പറ്റില്ലല്ലോ.
അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലിപ്പ് മാത്രമേ കാണിക്കാൻ പറ്റൂ. നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. സത്യം പറയാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇറങ്ങി വരുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിരിച്ച് എനിക്കൊന്നും ഓർമ്മയില്ല. അയ്യോ ആങ്കിൾ അത് ഇങ്ങനെ എന്തോന്നു മറ്റേ ഒരു ഇല പോലത്തെ സംഭവം വന്നില്ലേ കാലില്. ശരിക്കും നമ്മൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഫീൽ ചെയ്യും. അതുപോലെ ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേക്ക് ആയില്ല. അത് സീറ്റ് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ആയതാണ്. അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിലൊരു വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മുടെ സീറ്റ് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതുപോലെ ഓണത്തിന് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഇവിടെ. നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് 12D സിനിമ കാണുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് വേർത്തായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആദ്യത്തേതാണ് നിങ്ങൾക്ക് കാണിച്ചത്. രണ്ടാമത്തേത് ഞാൻ പിന്നെ കൈയൊക്കെ എടുത്തപ്പോഴത്തേക്കും വീഡിയോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഫുള്ള് കാണിക്കണ്ടല്ലോ, നിങ്ങൾ നേരിട്ട് വന്ന് കാണട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് ഓഫ് ചെയ്തു. അപ്പോൾ നിങ്ങളിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് ഇവിടെ നിന്ന് നന്നായിട്ട് കാണാൻ പറ്റും. അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. നമുക്ക് നേരെ ഗ്ലാസ് ഒന്നും കാണാൻ പറ്റിയില്ല. നമുക്കിങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്ന ആ ഒരു ഇതല്ലേ ഉള്ളൂ. പിന്നെ അങ്ങ് ദൂരെ കിടക്കുകയാണ് അതിൻ്റെ എൻഡ്. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഇവിടെ കയറുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ ആ ഒരു ട്രയാങ്കിൾ ഭാഗം ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയയാണ്. നമുക്ക് ജസ്റ്റ് വന്നവർക്ക് അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം. അങ്ങനെ ഈ സമയം ഒരു വൈകിട്ടൊക്കെ ആയിട്ട് ഞാൻ ആ പറഞ്ഞ സൈക്കിളിൽ റൈഡ് ചെയ്യുന്ന സംഭവം അതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് മുമ്പ് പോയില്ല അതാ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റേതുപോലെ തന്നെ, പക്ഷേ ഇത് മെയിൻലി കൊച്ചു കുട്ടികൾക്കായിട്ട് അങ്ങനെ കുറേ സോഫ്റ്റ് ടോയ്സൊക്കെ വെച്ചിട്ട് പിന്നെ പൂൾ പോലത്തെ സംഭവത്തിൽ ബോളൊക്കെ ഇട്ട് അങ്ങനെ കളിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. ഉള്ളിൽ നോക്കിയപ്പോൾ കുറേ കുട്ടികളിങ്ങനെ ബേബി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി. ഇത് ഫിഷ് പായാണ്. നമ്മളിതിവിടെ കയറുന്നില്ല. പിന്നീട് നമ്മൾ അവിടെ നിന്ന് മേളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഈ ഒരു വ്യൂ. ഇങ്ങനെ കുട്ടികളിങ്ങനെ കളിക്കുന്നത്, ആ ട്രെയിനൊക്കെ ഇങ്ങനെ പോകുന്നത് നല്ലൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് നമ്മളെല്ലാം ഒന്ന് കണ്ടതിന് ശേഷം താഴെ തന്നെ നമ്മൾ ചായ കുടിക്കാൻ പോയി. ചായയും വടയും കഴിച്ചു. അത് തൊട്ടപ്പുറത്തുണ്ട്. പിന്നെ അവിടെ എപ്പോഴും ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ് ഐ ലവ് ആക്കുളം ടൂറിസ്റ്റ് എന്നുള്ള സംഭവം. അവിടെ ഇപ്പോൾ തിരക്കില്ല, പക്ഷെ ഫസ്റ്റ് ഞാൻ ആ ക്രിസ്മസ് സമയത്ത് പോയപ്പോൾ ആ ഒരു ഏരിയ ഫുൾ ആൾക്കാരായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അവർ മാറി കൊടുത്താലും എടുക്കാൻ പറ്റില്ല. ഇന്ന് അത്രയും തിരക്കൊന്നുമില്ല, ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു. ഈ കട അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് നമ്മൾ ചായയും വടയും കൂടെ കഴിച്ച് അതിൻ്റെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അന്ന് നമ്മളിവിടെ വന്നേ, ഇവിടെ വന്ന് ഇവിടെ ഇടിച്ച്. പക്ഷെ ഇവിടെ ഇത്രയും ചെടികൾ ഒന്ന് ഇവിടെ ലൈവാ. ചിരിക്കുന്നു അവർ. പിന്നെ നമ്മൾ കുറച്ചധികം സമയം നമ്മൾ അവിടെ തന്നെ നിന്ന് അവിടുത്തെ ആ ഒരു ബോളുണ്ടല്ലോ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഈ ഒരു ഫ്രെയിം നല്ല രസമായിരുന്നു. ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആണ് ആ മേളിൽ കാണുന്നത്. പിന്നെ കുറേ പക്ഷികൾ ഇങ്ങനെ പോകുന്നത്, ആ സൺസെറ്റിൻ്റെ ആ സംഭവം, ഈ ഫ്രെയിം നല്ല രസമായിരുന്നു. കുറേ സമയം അവിടെ നിന്ന് ഞാൻ കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു. അങ്ങനെ കുറച്ച് ഇരുട്ടി രാത്രി ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ഈ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
മെയിൻലി തിരക്ക് കൂടുന്നത് വൈകിട്ടൊരു 5 മണി 5:30 ആ സമയത്താണ് കുറേ പേര് വരിക. എന്നിട്ട് അവർ കുറേ സമയം ഇങ്ങനെ രാത്രി വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകും. നമ്മൾ വീട്ടിലോട്ട് പോകാൻ വരുന്ന സമയത്ത് കുറേ പേര് ഉള്ളിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പുറത്ത് കപ്പലണ്ടി വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോൾ വന്നാലും ഇവിടെ നിന്ന് കപ്പലണ്ടി വാങ്ങും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കതിപ്പോൾ ഓർമ്മ വന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കപ്പലണ്ടി വാങ്ങി. കുറേ പേരൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് വന്നവർ. അങ്ങനെ നമ്മളിതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ മാക്സിമം കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.